നമുക്കിന്നത്തെ ഗൾഫിലെ പ്രധാന വാർത്തകൾ വളരെ വേഗത്തിലൊന്ന് നോക്കി വരാം. ദുബായിൽ മെട്രോ, ട്രാം, ബസ്, ബോട്ട് സർവീസുകളിൽ യാത്ര നടത്തിയവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പീൽ നൽകാം. ഇതിന് ചില രേഖകളൊക്കെ ആവശ്യമാണ്. ഈ നിയമലംഘനം സംബന്ധിച്ച് നമുക്ക് വന്നിട്ടുള്ള അറിയിപ്പിൽ ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറാണ് പ്രധാന രേഖ. ഇനി ഈ ഫൈൻ അടച്ച ശേഷമാണ് പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അടച്ചതിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം. ഇനി RTO പരിശോധനാ ഉദ്യോഗസ്ഥന്റെ പക്കൽ നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സെന്റർ മുഖേനയോ ആണ് ഈ ഫൈൻ അടച്ചതെങ്കിൽ അതിന്റെ റെസീറ്റ് ഹാജരാക്കണം. ഒപ്പം തന്നെ നിയമലംഘനം രേഖപ്പെടുത്തിയതിന്റെ പകർപ്പും അപേക്ഷയോടൊപ്പം വെക്കണം. ഇനി നോൾ കാർഡ് അല്ലെങ്കിൽ നോൾ കാർഡിലുള്ള ആ ഒരു നമ്പറും ഈ ഒരു അപ്പീലിൽ ഉണ്ടായിരിക്കണം. സന്ദർശക വിസയിലെത്തിയ വ്യക്തിയാണ് ഈ ഒരു ഫൈനിനെതിരെ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിസയുടെ പകർപ്പ്, രാജ്യത്തേക്ക് പ്രവേശിച്ച മുദ്ര, പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവയും അപേക്ഷയ്ക്കൊപ്പം ചേർക്കണം. ഇതിന് പുറമെ പിഴയ്ക്കെതിരായ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ, അനുബന്ധ തെളിവുകളുണ്ടെങ്കിൽ അതും നമുക്ക് ഹാജരാക്കാവുന്നതാണ്. ബസ്സിലെയും മറ്റ് ജലഗതാഗത സർവീസുകളിലെയും ഫൈനെതിരെയാണ് അപ്പീൽ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിയമലംഘനത്തിന്റെ നമ്പർ, പണമടച്ച ബാങ്ക് അക്കൗണ്ട് നമ്പർ, പാസ്പോർട്ട് അല്ലെങ്കിൽ എമിറേറ്റ്സ് ID, പിഴ അടച്ചതിന്റെ റെസീറ്റ് എന്നിവയാണ് അപ്പീൽ നൽകുമ്പോൾ ഹാജരാക്കേണ്ട രേഖകൾ.